ഹലോ ഇത് ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ, ഞാനും കുട്ടികളും ട്രാവൽ ചെയ്യാണ്, നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിതാ നമ്മുടെ ബാഗ് ലഗേജൊക്കെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ഈ 3 പെട്ടികൾ ആണ് നമ്മുടെ ലഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം റെഡിയായിട്ടുണ്ട്. ഇക്ക എയർപോർട്ട് വരെയുള്ളൂ, ഞങ്ങളെ വിടാനായിട്ട് വരികയാണ്. അതിനുശേഷം ഇക്ക തിരിച്ച് എത്തും. ഞങ്ങൾ 3 പേരാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങ് ട്രാവൽ ചെയ്യുന്ന നമ്മൾ പോകുന്ന ഞങ്ങളുടെ വിശേഷങ്ങൾ, കൊച്ചു വിശേഷങ്ങളിൽ നിങ്ങളിലും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ലോങ് വീഡിയോ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേനും ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് ലോങ് വീഡിയോ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട്, അതായത് തിരിച്ചെത്തിയതിന് ശേഷമായിരുന്നു ലോങ് വീഡിയോ ചെയ്യാനായിട്ട് പ്ലാന്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ട്രാവൽ വ്ളോഗ് ഇടാവോ, അതുപോലെ തന്നെ ട്രാവൽ വ്ളോഗിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പലരും ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള സൗണ്ടും ഡിസ്റ്റർബൻസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിലിരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ്. ഞാനും റെഡിയായി. ഞങ്ങളെല്ലാവരും ലിഫ്റ്റിലാണ്. അപ്പോൾ ലിഫ്റ്റിൽ അപ്പോൾ ഇതാ നമ്മൾ നല്ല വെയിറ്റാണ്, സംഭവം 25-30 kg ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെയിറ്റാണ്. അപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് വണ്ടിയിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതാ ചേട്ടത്തിയും അനിയത്തിയും ഭയങ്കര ഹാപ്പിയാണ്. അവരും സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു നാട്ടിൽ പോകാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ വണ്ടിയിലേക്ക് ലഗേജൊക്കെ കയറ്റിയതിന് ശേഷം നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ ദുബായ് എയർപോർട്ടിലാണ്. നമ്മുടെ ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേനാണ്. അപ്പോൾ നമ്മളൊരു 1:32 ഒക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ സൈറൂന് ചെറിയ രീതിയിൽ ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സൈറു മക്കൾ ചെറിയ രീതിയിൽ ഇനി ഉറങ്ങും. ഇപ്പോൾ സാറ കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻഷാ അല്ലാഹ് ഒരു 10 days ലീവ് ഇതിനാണ് പോകുന്നത്. മോളുടെ ക്ലാസ് നടക്കുകയാണ്. അപ്പം ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ദിവസം നിൽക്കുന്നില്ല. ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്ലാസ് മിസ്സാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ താഴെയുള്ള ഒരു ലോങ് ടണലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എയർപോർട്ടാണ്. അപ്പോൾ ഇതിലൂടെ പോകുമ്പോഴത്തേനും ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആണ്. 2 സൈഡിലും അടിപൊളിയായിട്ടുള്ള ചുവര് ചിത്രങ്ങളൊക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു പാസേജ്, ഒരു ടണലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എയർപോർട്ട് അടുക്കാറായി. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇക്ക ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 2 കുട്ടികളും സാറായും അത്ര വലുതൊന്നും അല്ലല്ലോ, സാറായും കുഞ്ഞു തന്നെയാണല്ലോ. അപ്പോൾ 2 കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ കസിൻ്റെ ഹസ്ബൻഡും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ചപ്പോൾ കൂട്ട് കിട്ടിയതുകൊണ്ട് ഒരുമിച്ചാണ് ടിക്കറ്റ് എടുത്തതും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ കസിൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനോ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ഒരു കൂട്ടുള്ളത് കൊണ്ട് തന്നെ യാത്ര കുറച്ച് വീഡിയോ എടുക്കാനും ഷോർട്സ് എടുക്കാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റി. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങളിലേക്ക് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്നോ എത്തുമെന്നോ ഒന്നും. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും മൊബൈലും എടുത്ത് വീഡിയോ എടുത്തൊന്നും ഞാൻ നടക്കില്ലായിരുന്നു. അപ്പോൾ കസിൻ ഉള്ളതുകൊണ്ട്, ഷെഹിൻ എന്നാണ് പേര്. അപ്പോൾ ഷെഹിൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും മനോഹരമായിട്ട് മുന്നോട്ടുള്ള ബാക്കിയുള്ള വ്യൂസും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോസും എല്ലാം സ്റ്റെപ്പായിട്ട് ഓരോ പാർട്ടായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻഷാ അല്ലാഹ് എത്തിക്കും. കാര്യം എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അതുകൊണ്ട് തന്നെ എല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ എയർപോർട്ടിനുള്ളിലും കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഓരോന്നും വളരെ എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുകയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കിതൊന്നും ഇതിനൊക്കെയുള്ള ഒരു മൈൻഡ് ആവില്ല നമുക്ക്. നമ്മൾ മൈൻഡ് ഔട്ട് ആയിട്ട് മൊത്തത്തിലൊരു ടെൻഷനായിട്ടായിരിക്കും. പക്ഷേ കസിനുള്ളത് കൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഭയങ്കരമായിട്ട് റിലാക്സായിട്ട് മക്കളും ഭയങ്കര കമ്പനിയാണ്. ഷെയ്നൊക്കെ ആയിട്ട് മക്കൾക്കും ഭയങ്കര പരിചയമാണ്, കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് വളരെ സ്മൂത്തായിട്ടാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാനിപ്പോൾ എപ്പോഴാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ തേഴ്സ്ഡേ ആണ്. അപ്പോൾ നമ്മൾ വെനസ്ഡേ മോർണിംഗിനാണ് വന്നെത്തിയത്. അപ്പോൾ ഇവിടെ ഡിപ്പാർച്ചർ സെക്ഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഇനിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങളും സംഭവങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് കാണാം. അപ്പോൾ നമ്മൾ ട്രോളി എടുത്തതിന് ശേഷം ലഗേജും കാര്യങ്ങളും എല്ലാം മാറ്റി ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ ചെക്കിനും കാര്യങ്ങളുമൊക്കെ ഓൺലൈനായിട്ട് ചെയ്തു. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെയിറ്റിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക് എൻ്ററായി നമ്മൾ ഓരോ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കുകയാണ്. നമ്മളേതാണെങ്കിലും ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഒരുപാട് അവിടെയും നമ്മൾ ഒരുപാട് റിലാക്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഓരോ കൊച്ചു വിശേഷങ്ങൾ നിങ്ങളിലേക്കും ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ പോകുന്നു. നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം ട്രോളിയിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ സാറ ഭയങ്കര ഹാപ്പിയാണ്. സൈറ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കുഞ്ഞിനെ എടുക്കുന്നതുകൊണ്ട് തന്നെ ട്രോളി ഉരുട്ടാനായിട്ട് ബുദ്ധിമുട്ട്. പിന്നെ കുറച്ച് ഉള്ളു വരെ വരാം അങ്ങനെ ഏകദേശം കുറച്ച് കൂടുതൽ. എനിക്കൊന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജസ്റ്റ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടെ വരുന്നവർക്ക് ഒരു റോളും ഇല്ല. പക്ഷേ ദുബായിലൊന്നും അങ്ങനെ അല്ല കേട്ടോ. ദുബായിൽ ഒരു നമ്മൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ വരുന്നവർക്ക് പറ്റും. അങ്ങനെ ഒരുപാട് ബാഗ് ഡ്രോപ്പിൻ ചെയ്യുന്നത് വരെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് വരാൻ പറ്റും. അതിനുശേഷം ബാഗൊക്കെ കൊടുത്ത് വിട്ടു. അപ്പോഴും ഇക്ക കൂടെ ഉണ്ട്. നമ്മൾ ബാഗൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴും ആ ടൈമിലും എല്ലാം ഇക്ക നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഓരോ കാര്യങ്ങളും വിശേഷങ്ങളുമാണ്. അപ്പോൾ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആയിരുന്നു. വെയിറ്റ് എല്ലാം കറക്റ്റായിരുന്നു. ഞാൻ ഇപ്രാവശ്യം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓവർ വെയിറ്റ് ആവാതെ വെയിറ്റ് കുറച്ചാണ് ലഗേജിൽ കരുതിയിരുന്നത്. അപ്പോൾ വലിയ പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വെറുതെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ സൈറൂനെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാറ എന്ന് പറയുന്നത് ചെറിയൊരു വിഷമമുണ്ട് അവൾക്ക്. കാര്യം എന്ന് വെച്ചാൽ ഇക്ക കൂടെ ട്രാവൽ ചെയ്യാത്തത് കൊണ്ട് ഒരു വിഷമമുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നു. ഇനിയും ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്ര വരെ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള യാത്ര എന്ന് പറയുന്നത് ഞാനും കുട്ടികളും ഷെഹിനും. അപ്പോൾ ഞങ്ങളാണ് ബാക്കിയുള്ള യാത്രകൾ ഞങ്ങളാണ്. അപ്പോൾ ഇക്കാക്ക് നല്ല സങ്കടമുണ്ട്. കുറച്ച് ദിവസമാണെങ്കിലും ഇക്കാക്ക് കുട്ടികളെ മാറി നിൽക്കുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ മക്കൾക്ക് ഉമ്മയൊക്കെ കൊടുത്ത് സലാമൊക്കെ പറഞ്ഞ് എല്ലാവരും പിരിയാണ്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകെ നമുക്ക് കാണാം. അപ്പം സാറൊക്കെ നല്ല സങ്കടമായി. ഇപ്പോഴാണ് സാറയുടെ മുഖം കുറച്ച് നേരത്തേന് തെളിച്ചമില്ലായിരുന്നു. അതിന് ശേഷം അവൾക്ക് ഞാൻ എന്ത് ചെയ്തു, അവളുടെ മുഖം ഒന്ന് തെളിയാൻ, അവളൊന്ന് ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് അവളുടെ ബാഗിലുള്ള ജ്യൂസും അതുപോലെ തന്നെ സ്നാക്സും എല്ലാം എടുത്ത് കൊടുത്തപ്പോൾ ആളൊന്ന് റിലാക്സായി, ഹാപ്പിയായി, ഓക്കെ ആയി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ്, ഒന്ന് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ടുള്ള ടൈം ഈ ഒരു പാക്കിങ്ങിനിടയിലും കുട്ടികളുടെ കാര്യം നോക്കലിനിടയിലൊക്കെ ലഞ്ച് കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല. ശരിക്കും വീട്ടിൽ വെച്ച് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ട് നോക്കി, എവിടെയാണെന്ന് നോക്കിയതിന് ശേഷം
നമ്മൾ ജസ്റ്റ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ലഞ്ച് കഴിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ജസ്റ്റ് ഫ്ലൈറ്റിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ ചിപ്സും ജ്യൂസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചെറിയൊരു വിശപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോഴാണൊന്ന് റിലാക്സ് ആയത്. അതുകൊണ്ട് അതിന് മുന്നേ ഒക്കെ എന്താ പറയുക, ഫുഡ് കഴിക്കാനൊന്നും ഒരു മൈൻഡ് ഇല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഈ പിള്ളേരുമായിട്ടുള്ള വരവും പാക്കിങ്ങും എല്ലാം ആയപ്പോഴത്തേനും വല്ലാണ്ടങ്ങ് മടുത്തുപോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ എല്ലാം ഉണ്ടായിരുന്നു, മക്ഡൊണാൾഡ്സ്, KFC, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ എണ്ണത്തിനും ടേക്ക് അവേ ഉള്ളൂ, ഡൈനിങ് ഇല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സംവിധാനം ഉള്ളിടത്തോട്ടാണല്ലോ നമ്മൾ പോകാൻ. അതുകൊണ്ട് തന്നെ KFCയിൽ പോയപ്പോഴത്തേനും അവിടെ അത്യാവശ്യം നന്നായിട്ട് ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ഫ്രീ സ്പേസും ഡൈനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ KFC കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഷെഹിൻ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയി, ക്യൂവിൽ നിൽക്കുന്നുണ്ട്. പിന്നെ സാറ ഡ്രോയിങ് ബുക്ക് എടുത്തോട്ടെ, സ്കെച്ച് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഞാൻ ഫ്ലൈറ്റിൽ വെച്ചിട്ട് അവൾക്ക് വരയ്ക്കാനും ഒക്കെ ഞാൻ എടുത്തതാണ്. അപ്പോൾ പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാനൊരു ബാഗ് അവൾക്ക് ബാക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ ചോക്ലേറ്റ്സ്, അവളുടെ സ്നാക്സ്, ജ്യൂസ്, സ്കെച്ച് പെന്ന്, സാറയുടെ ഒരു ജോഡി ഡ്രസ്സ്, ടവല്, അതുപോലെ തന്നെ ഡ്രോയിങ് ബുക്ക്, അങ്ങനെ സാറയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് വെച്ചിട്ട്, സാറയുടെ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാനൊരു ബാഗ് കൊടുത്തു. അതാകുമ്പോഴത്തേനും അവളത് താഴെ വെക്കാതെ പൊന്നു പോലെ കൊണ്ട് നടക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ ബാഗ് പിടിക്ക് എന്നൊന്നും പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല. അപ്പം കാരണം അവളുടെ ഫേവറേറ്റ് ഐറ്റംസൊക്കെ ആണല്ലോ അതിലിരിക്കുന്നത്. അതിന് ശേഷം സൈറു അവളുടെ പുതിയ ഷൂ ആണ്. അപ്പോൾ അതൊക്കെ പൊക്കി കാണിക്കുകയാണ്. അപ്പോൾ ഞാനും മക്കളുമായിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ KFCയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സൈറു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. സാറ വരയാണ്. അപ്പോൾ ഈ ഡ്രോയിങ് ബുക്ക് എടുത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു സാറാനെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ലായിരുന്നു. അതിനുശേഷം ഇതാ ബാഗിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളത് കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ് ആയിരുന്നു. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കും കുറച്ച് കൊടുത്തു. അപ്പോൾ വെറുതെ സാറയുടെ ബാഗിൽ നിന്ന് സാറ എടുത്തപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും ഓരോ പീസ് ഇരുന്ന് കഴിക്കുന്നതാണ്. അതിന് ശേഷം ഇതാ ഫുഡൊക്കെ ആയിട്ട് ഷെഹിനും വന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് കോൾസ്ലോ. അപ്പോൾ KFCയിലെ കോൾസ്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. ഞാൻ ചിക്കിങ്ങിൽ നിന്നൊക്കെ കഴിച്ച് നോക്കി, വേറെയുള്ള ബ്രോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിച്ച് നോക്കി. പക്ഷേ ഒന്നും KFCയുടെ അത്രയും എത്തുന്നില്ല. പിന്നെ ഇപ്പം അങ്ങനെ വലിയ രീതിയിൽ KFC കഴിക്കാറില്ല. ഇന്ന് വേറെ ഒരു വഴിയും നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ടേക്ക് അവേ വേണ്ട, ഡൈനിങ് മതിയുള്ളത് കൊണ്ടും നമ്മളിന്ന് KFCയാണ് വാങ്ങിച്ചത്. ഭയങ്കര ചൂടായിട്ട് അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനും അതുപോലെ തന്നെ വളരെ ചൂട് ബണ്ണ്, വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്, കോൾസ്ലോ, പിന്നെ പെപ്സി, അതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. സാറ ഡ്രോയിങ് തന്നെ ആയതുകൊണ്ട് അപ്പോൾ സാറയ്ക്ക് ഫുഡ് ഞാൻ വാരി കൊടുക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാനെടുത്തത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കനും പിന്നെ കുറച്ച് കോൾസ്ലോയും. KFCയുടെ കോൾസ്ലോ ഒത്തിരി രക്ഷയില്ല കേട്ടോ, എടുത്ത് പറയേണ്ടതാണ്. സാധാരണ ഞാൻ KFCയിലൊക്കെ പോകുമ്പോഴത്തേനും വലിയൊരു ബൗള് കോൾസ്ലോ ഓർഡർ ചെയ്തിട്ട് സ്പൂണിൽ കോരി അത് കഴിക്കും. അപ്പം നമ്മുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വാഷ്റൂമിൽ പോയിട്ട് ഇനി കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. അതിന് ശേഷം അവിടെ ഇരിക്കുന്ന കുറച്ച് ഐറ്റംസ് സാറ എന്നെ കാണിക്കുകയായിരുന്നു. റൈസ് വിത്ത് ബട്ടർ ചിക്കൻ, അതുപോലെ തന്നെ റൈസ് വിത്ത് വെജിറ്റബിൾ കറി, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജ്യൂസ്, ബിരിയാണി, പാസ്ത, അങ്ങനെയുള്ള ഫുഡുകൾ ഒക്കെ, കുറേ ഡ്രിങ്ക്സ്, അതൊക്കെ സാറ വെറുതെ ജസ്റ്റ് എന്നെ ഒന്ന് കാണിക്കുകയായിരുന്നു. അപ്പോൾ അവൾ കാണിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും അത് കണ്ടത്. അപ്പോൾ ഫുഡിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് എനിക്കത് കണ്ടപ്പോൾ വളരെ ക്യൂരിയോസിറ്റി തോന്നി. അപ്പോൾ ഓരോന്നും ഞാൻ വായിച്ച് നോക്കുമായിരുന്നു എന്തൊക്കെയാണ് ഓരോ കണ്ടെയ്നറിലും വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങളുടെ ഫുഡടി പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മളിതാ ബസ്സിൽ കയറണം. ബസ്സിൽ കയറിയതിന് ശേഷമാണ് ഫ്ലൈറ്റിലേക്ക് ഞങ്ങളെ വിടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ
വിശേഷം എന്ന് പറയുന്നത് ഇതെൻ്റെ ട്രാവൽ ജേർണിയുടെ പാർട്ട് 1 ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഇനിയും ഒരുപാട് ട്രാവൽ പാർട്ടുകൾ ഉണ്ട്. ഇതൊരു ഒരുപാട് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. വളരെ റിലാക്സ്ഡായിട്ട് നല്ല രീതിയിൽ ഉള്ള ഒരു ട്രാവൽ ജേർണിയാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഞങ്ങളുടെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ഞങ്ങളുടെ ട്രാവൽ ജേർണി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്.